കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മൻമോഹൻ സിംഗ് വിട വാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി ഓർമ്മകളാണ്. 18 മണിക്കൂറോളമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ 18 മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ 300 ഫയലുകൾ വരെയാണ് അദ്ദേഹം ഒരു ദിവസം ക്ലിയർ ചെയ്ത് വിടുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ അങ്ങ് ഓർക്കുന്നത്? സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ, ഒരു നല്ല ഭരണകർത്താവ് എന്നുള്ള നിലയിൽ, പാവങ്ങളോട് എന്നും കരുണ കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ മൻമോഹൻ സിംഗിന്റെ പേര് എന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കും. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ആഗോള പ്രസിദ്ധി അദ്ദേഹം നേടിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടുമുണ്ട്. നവവൽക്കരണത്തിന് വേണ്ടി ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിയെ അദ്ദേഹം വേണ്ട വിധത്തിൽ പരിപാലിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. 90കളുടെ ആരംഭത്തിലുണ്ടായ സാമ്പത്തിക നവീകരണം മൻമോഹൻ സിംഗിന്റെ മൂശയിൽ ഉണ്ടായതാണ് എന്നുള്ളത് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ പാവപ്പെട്ടവരോടൊപ്പമായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുകയും അന്ന് 73,000 കോടി രൂപ കേന്ദ്ര ബജറ്റിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇന്നും പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് ഏറ്റവും വലിയ കാരുണ്യം അദ്ദേഹം അന്ന് ആരംഭിച്ചിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിൽ അദ്ദേഹം നല്ല മൃദുല സ്വഭാവമുള്ള ആളാണ്. ഒരിക്കലും ആരുമായി വാതുകെട്ടാനോ ആരുമായി ചണ്ടയുണ്ടാക്കാനോ ശ്രമിക്കാത്ത തികഞ്ഞ ഒരു സംതൃപ്തിയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു സാമ്പത്തിക രംഗത്തെ അതിശക്തനായ ഒരു പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ആർക്കും മറക്കാനേ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യ പ്രധാനമന്ത്രി പദത്തിലെത്തിയിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലനായ വ്യക്തികളിൽ ഒരാളായി ശ്രീ മൻമോഹൻ സിംഗിനെ എന്നും ചരിത്രം രേഖപ്പെടുത്തും. ഒരു കോൺഗ്രസ്കാരൻ എന്ന നിലയിൽ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രവർത്തന ശൈലി എങ്ങനെയായിരുന്നു? കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് ക്രോഡീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള സംരക്ഷണം കിട്ടാൻ, എല്ലാവരെയും വേണ്ട വിധത്തിൽ പരിപാലിക്കാൻ, പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ, എന്നാൽ മറ്റുള്ളവരുമായി വാതുവെക്കാതെയും അവരുമായി വെല്ലുവിളിക്കാതെയും മുന്നോട്ട് പോകാൻ ഒക്കെ ശ്രമിച്ചിട്ടുള്ള പരിപക്വമായ ഒരു രാഷ്ട്രീയ നേതൃത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നന്ദി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.